ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉണക്ക ചെമ്മീൻ അതായത് ഉണക്ക കൊഞ്ചും മുരിങ്ങാക്കോലും തക്കാളിയും ഇട്ടൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ അർത്തുങ്കൽ പോയപ്പം അവിടെ നല്ല ഫ്രഷ് ഉണക്ക ചെമ്മീൻ കണ്ടു. അപ്പം മേടിച്ചാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് മേടിച്ചതായിരുന്നു. അപ്പം ഇഷ്ടമാണ് എല്ലാവർക്കും ഉണക്ക കൊഞ്ച്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഉണക്ക കൊഞ്ച് കൊണ്ടുള്ള കറികളൊക്കെ. ചക്കക്കുരും കൂടെ ഇടാറുണ്ട്, അത് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ആദ്യം ഈ ഉണക്ക കൊഞ്ച് കഴുകിയെടുത്ത് തലയും വാലും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് നല്ലതായിട്ട് കഴുകിയെടുക്കണേ. അതിന് ശേഷം അത് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ എടുക്കണം. നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം ആ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളയണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് ചെറുങ്ങനെ ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കും. എന്നാലേ അത് കറിയിലിടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നനവ് പോലെ അങ്ങനെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ക്രിസ്പി ആയി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചട്ടിയിൽ മുരിങ്ങാക്കോല്, തക്കാളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അത് പിന്നെ ഒരു സവാള ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കും. അതൊരു മുക്കാൽ വേവ് ആവുന്ന സമയത്തേക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കുവാണ്. അതിന് ഒരു മുറി തേങ്ങയും പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോഴേക്ക് ഇതേ വെന്ത് വന്നിട്ടുണ്ട്. മുക്കാൽ ഭാഗമാവണേ. എന്താ വെച്ചാൽ ഈ ഉണക്ക ചെമ്മീൻ കൂടെ വേവണമല്ലോ. അപ്പം ഇതൊരു മുക്കാൽ വേവ് ആകുമ്പോഴേക്ക് നമ്മൾ അതിലേക്ക് ഈ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോഴേ അത് അപ്പോഴേക്ക് ഞാൻ തേങ്ങ അരച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് വെന്ത് വന്നു. അതിലേക്ക് ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തു. ആ ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത് വറക്കുന്നതാണല്ലോ. അപ്പം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ ഉണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത്. നല്ലതായി വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അധികം അങ്ങനെ ഡിലേ ഒന്നുമില്ല. എന്താ വെച്ചാൽ മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ഇത് ഈ നുള്ളി എടുക്കേണ്ടി വറക്കേണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഈ തേങ്ങ അരപ്പും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. ഒന്ന് തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറവാണ്. അതിലേക്കുള്ള വറവിടത്തില്ലേ നമ്മൾ, അതാണ് നല്ലപോലെ വേണ്ടത്. അതിലേക്ക് ചെറിയ സവോളയാണ്, 2-3 ചെറിയ സവോള, പിന്നെ കറിവേപ്പില, പിന്നെ ഈ ഉണക്കമുളക് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ വറവ് റെഡിയാക്കുന്നത്. അതും കൂടെ അതിലേക്ക് ആ കറിയിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിക്ക് നല്ല മണവും ആ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനൊരു കറി. ഇതിൽ ചക്കക്കുരും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിലൊക്കെ പണ്ട് സാധാ നോർമൽ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഈ ഉണക്കച്ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. അല്ലാത്തവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആ ചെമ്മീൻ്റെ ചമ്മന്തി അതൊക്കെ കഴിക്കത്തില്ല, തേങ്ങ കൂട്ടുള്ള ചമ്മന്തി അതൊക്കെ കഴിക്കുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുമാണ്. ഈ വറവും കൂടി അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യും. അപ്പോഴേക്ക് നല്ലൊരു മണവും നല്ലൊരു ഇതെല്ലാം വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ അവസാനം. കണ്ടോ? അപ്പോൾ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.